ഇതിനെ കാണുവാനിടയായി. അങ്ങനെ ഈ പ്രകൃതി സ്നേഹി യാദർച്ഛികമായിട്ട് ഈ പരുന്തിൻ്റെ കുഞ്ഞിനെ കാണുകയും അദ്ദേഹം ചിന്തിച്ചു, ഈ പരുന്തിൻ്റെ കുഞ്ഞ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു പക്ഷിയല്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു പരീക്ഷണം എന്ന നിലയിൽ തീരുമാനിച്ചു ഇതിനെ ഒന്ന് പറക്കാനായിട്ട് പഠിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരു ചെറിയ മതിലിൻ്റെ മുകളിലേക്ക് ഈ പരുന്തിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവുകയും താഴേക്കിടുകയും ചെയ്തു. അത് പഴയതുപോലെ തന്നെ കോഴിയുടെ കൂട്ടത്തിൽ വന്ന് പഴയ രീതി തന്നെ തുടർന്നു. അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. വീണ്ടും അടുത്ത ദിവസം ചെയ്തത് ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ട് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് താഴേക്കിട്ടു. അത് പഴയതുപോലെ തന്നെ പഴയ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. അവസാനത്തെ പരീക്ഷണം എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത് ഇതിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ഈ പരുന്തിനെ. അവിടുന്ന് അതിനെ താഴേക്കിടുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം ശ്രദ്ധിച്ചത് അത് അനന്ത വികായസിലേക്ക് പറന്നു വരുന്ന. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനത്തെ നിർണ്ണയിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മോട് തന്നെയുള്ള മതിപ്പാണെങ്കിലും സാഹചര്യം പലപ്പോഴും ഇതിനൊരു കാരണമാകാറുണ്ട്. നമ്മുടെ കൂടുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതൊരിക്കലും നല്ല കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം എങ്ങനെ ഇരിക്കുന്നു, അതിൽ എൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ എപ്പോൾ തിരിച്ചറിയുന്നു, അന്നേരം എന്നോടുള്ള ആ ഒരു മതിപ്പും ബഹുമാനവും തുടങ്ങും. ബൈബിളിൽ തന്നെ ഇങ്ങനൊരു വാക്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതായത് ദൈവത്തിലുള്ള ആ ഒരു അചഞ്ചലമായ ആ ഒരു വിശ്വാസമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആത്മാഭിമാനത്തിൻ്റെ അടിത്തറ. എനിക്ക് ദൈവം എന്നോട് കൂടെ ഉണ്ട്, ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ എനിക്ക് യുണീക്കായിട്ട് ചില ക്വാളിറ്റീസ് ഉണ്ട്. അതിനെയെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം എൻ്റെ ആ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത്. സർ, ഈ ആത്മാഭിമാനത്തിൻ്റെ അടിത്തറ എന്താണ്? ആത്മാഭിമാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമുക്ക് ശക്തമായ ഒരു നമ്മെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, എൻ്റെ കഴിവുകളെപ്പറ്റി, എൻ്റെ നേട്ടങ്ങളെപ്പറ്റി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത്ത് ഞാൻ മനസ്സിലാക്കണം, വീക്ക്നെസ് മനസ്സിലാക്കണം, ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കണം, എന്തെങ്കിലും ത്രെറ്റ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്നുണ്ടോ. MBA പിള്ളേരൊക്കെ സാധാരണ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് SWOT അനാലിസിസ് എന്ന് പറയും. സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. എൻ്റെ ശക്തികൾ, എൻ്റെ ദൗർബല്യങ്ങൾ, അവസരങ്ങൾ, ഞാൻ നേരിടുന്ന ഭീഷണികൾ. ഇത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് വരുന്നത് എത്രമാത്രം ശക്തികൾ എന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് എന്നിലുള്ള നാച്ചുറലായിട്ടുള്ള ടാലൻസ് ആവാം, എൻ്റെ മറ്റ് കഴിവുകളാകാം, ഞാൻ നേടിയിരിക്കുന്ന വിദ്യാഭ്യാസമാകാം. ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ ശക്തികൾ ഞാൻ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആത്മാഭിമാനം ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവൻ്റെ ശക്തികൾ അവൻ ആദ്യം മനസ്സിലാക്കണം. അടുത്തതായിട്ട് ദൗർബല്യങ്ങളാണ്. പലരും പറയാറുണ്ട് എനിക്ക് ധാരാളം ദൗർബല്യങ്ങളുണ്ട്. ഈ ദൗർബല്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടോ, എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകർഷതാ ബോധങ്ങളുണ്ടോ, പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് എന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിക്കണം. ആദ്യം എൻ്റെ ശക്തി കണ്ടെത്തേണ്ടതും രണ്ടാമത് ഇതുപോലുള്ള ദൗർബല്യങ്ങൾ ഞാൻ പരിഹരിക്കുകയും ചെയ്യണം. മൂന്നാമതായിട്ട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും, അത് ഞാൻ ഉപയോഗിക്കണം. ഏതൊക്കെ സാഹചര്യം എനിക്ക് വിനിയോഗിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കായിട്ട് ഉണ്ടോ അതെല്ലാം ഞാൻ മാക്സിമം ഉപയോഗിക്കണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അവസരം ഒരിക്കൽ മാത്രമേ നമ്മുടെ മുൻപിൽ മുട്ടാറുള്ളൂ. ആ ഒരു അവസരം ഉപയോഗിക്കുന്നവനെ നമ്മളെന്ത് പറയും, വിജയി എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഉന്നതമായ വിജയം നേടുന്ന ഒരാൾ അവസരങ്ങളില്ലെങ്കിലും അവസരങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം വിജയപീഠം കൈവരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് വരുന്നത് ത്രെറ്റ്സ്, ഭീഷണികൾ. ഈ ഭീഷണികളെ നേരിടാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. ഈ ഭീഷണികളെ നേരിടാനുള്ള ഒരു തൻ്റെയിടവും ചങ്കുറപ്പും നമുക്കുണ്ടായിരിക്കണം. അപ്പം ഉയർന്ന ആത്മാഭിമാനം കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാളും അവൻ്റെ ശക്തി വശങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഏതൊക്കെ എനിക്ക് നേട്ടങ്ങളുണ്ട്, ദൗർബല്യങ്ങളെ പരിഹരിക്കുക, മൂന്നാമതായിട്ട് അവസരങ്ങൾ ഉപയോഗിക്കുക, അടുത്തതായിട്ട് ഈ ഭീഷണികളെയെല്ലാം നേരിടാനായിട്ടുള്ള ഒരു ഉൾക്കരുത്തും നേടിയെടുക്കുക. ഈ വ്യക്തികൾ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ അവരുടെ ആത്മാഭിമാനത്തിൻ്റെ തോതും വ്യത്യസ്തമായിരിക്കുന്നു. പക്ഷേ ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ അയാൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു
ഉള്ള ഒരു ആത്മാഭിമാനം നമുക്ക് എങ്ങനെ വരുത്താമെന്നുള്ളത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് എത്രമാത്രം നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട് കഴിയും. നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റി ഉയർന്ന ലെവലിലുള്ള ഒരു ആത്മാഭിമാനത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകുവാനായിട്ട് കഴിയുമെന്നുള്ളത്. ഒന്നാമത് വേണ്ടത് എൻ്റെ കഴിവുകളെ ബേസ് ചെയ്ത് ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൂടാതെ എൻ്റെ മനസാക്ഷിയുടെ ശബ്ദം, ഇന്നർ വോയിസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയും, ഈ വ്യക്തികളിൽ അടങ്ങിയിരിക്കുന്ന നന്മ എന്താണ്, ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രതികരണം എന്തായിരിക്കണം, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് എൻ്റെ ഉൾവിളി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഉൾവിളി ശ്രദ്ധിച്ചാൽ തന്നെ എനിക്ക് ഏതൊക്കെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് കഴിയും, ഈ സാഹചര്യത്തോടെ എനിക്ക് എങ്ങനെ പ്രതികരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൂടാതെ എപ്പോഴും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. നല്ല ഒരു ആത്മാഭിമാനമുള്ള ഒരാൾ ഒരിക്കലും ഒരു ആത്മവഞ്ചന ചെയ്യാറില്ല. അതുകൊണ്ട് ഈ മനസാക്ഷിയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. പിന്നെ ദിവസം ആരംഭിക്കുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടായിരിക്കണം. ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ് നമ്മുടെ അന്നത്തെ ആക്ടിവിറ്റീസിനെ എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന പ്രാർത്ഥന നടത്താറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്. അതൊക്കെ ഈ ആത്മാഭിമാനത്തെ മെച്ചപ്പെടുത്താനായിട്ട് ഒരു നല്ലൊരളവിൽ അതിന് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നല്ല മ്യൂസിക് നമുക്ക് ലിസൺ ചെയ്യാം. മ്യൂസിക് പലപ്പോഴും നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ വൈബ്രേഷൻ ത്രൂ ഔട്ടായിട്ട് നമുക്കൊരു ദിവസം നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഈ മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് ഫീഡ്ബാക്സ് നമ്മുടെ ആത്മാഭിമാനത്തെ വലിയൊരു തോതിൽ തളർത്താറുണ്ട്. പലതരത്തിലുള്ള ശാപവാക്കുകൾ, അതുപോലുള്ള പല കാര്യങ്ങളും ഈവൻ മാതാപിതാക്കൾ പോലും കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമുക്ക് എത്രമാത്രം നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്ന മറ്റുള്ളവരെ നമ്മുടെ സന്തത സഹചാരികളായിട്ട് നമ്മൾ പലപ്പോഴും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. സാർ, ഈ സെൽഫ് ഇമേജ്, സെൽഫ് എസ്റ്റീം, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കേൾക്കുന്നു. ഇതെന്താണ്? ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന് വിശദീകരിക്കണം. സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മെ പറ്റി തന്നെയുള്ള നമ്മുടെ ഒരു ധാരണയാണ്, ഒരു ധാരണ. ഇതിനെ ബേസ് ചെയ്താണ് എനിക്ക് എന്നോട് ബഹുമാനം തോന്നുന്നത്. അതിനു മുമ്പ് എനിക്കുണ്ടായിരിക്കേണ്ട അത്യാവശ്യ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തോന്നേണ്ട ഒരു ബഹുമാനമുണ്ട്. അപ്പം ഈ സെൽഫ് റെസ്പെക്റ്റ് എനിക്കുണ്ടാവണം. അതിൽ നിന്ന് എനിക്ക് എന്തുണ്ടാവും? സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഈ സെൽഫ് ഇമേജാണ് സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന അടുത്ത ഘടകം. അപ്പോൾ ഈ നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സെൽഫ് കോൺഫിഡൻസും കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ലെവലിൽ നമുക്ക് പാളിച്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആത്മാഭിമാനത്തെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ എത്രമാത്രം ബഹുമാനിക്കുന്നു. പലരും പറയാറുണ്ട് മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുന്നില്ല. എൻ്റെ കഴിവുകളെ ബേസ് ചെയ്ത് എന്നെ എത്രമാത്രം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന അതുപോലുള്ള ആക്ടിവിറ്റീസിലെ ഞാൻ ഏർപ്പെടത്തുള്ളൂ. അപ്പോൾ എൻ്റെ സെൽഫ് ഇമേജ് സ്ട്രോങ് ആവും. നമ്മൾ മോശമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ മനഃപൂർവ്വം ചിന്തിക്കും. അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു താല്പര്യം ഉണ്ടാവും, ഒരു ബഹുമാനം ഉണ്ടാവും. അതെ. അപ്പം ഈ സെൽഫ് ഇമേജ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക. ഏതൊക്കെ ഇപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു എൻവയോൺമെൻറ്റുമായിട്ട് പുതിയൊരു സ്ഥലം കാണാൻ നമുക്കൊരു അവസരമുണ്ട്. അവിടെ പോയി നമ്മൾ അവിടുത്തെ കൾച്ചർ പഠിക്കുക. ഒരു സ്ഥലത്ത് തന്നെ നമ്മളിരിക്കാതെ പുതിയ പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഇടപെടുക, മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ചർച്ച നയിക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ ഏതെങ്കിലും ഒരു അവസരം, ഒരു വെൽക്കം സ്പീച്ച് കൊടുക്കാനോ ഇതിനൊക്കെ അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ഈ അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അവസരങ്ങൾ തേടിപ്പിടിച്ച് സ്വായത്തമാക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം വലിയ ഒരളവ് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ പലരും പറയാറുണ്ട് മഹാത്മാക്കളെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അവരുടെ ക്രൈറ്റീരിയാസൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. റോൾ മോഡൽസ് ഇത് തീർച്ചയായിട്ടും നല്ലതാണെങ്കിലും ലോകത്തിൽ
ഉന്നത വിജയം കൈവരിച്ച എല്ലാ മഹാത്മാരും ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അകത്തു നിന്നുള്ള ഉള്ളിലുള്ള നല്ല കാര്യങ്ങൾ പുറത്തോട്ട് വരും. ഇൻസൈഡ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയും. കൂടുതൽ പേരും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡിൽ മറ്റുള്ളവർ വിജയിച്ചു അതേ രീതി തന്നെ എനിക്ക് ഫോളോ ചെയ്യാം. ഒരു പരിധിവരെ ചിലപ്പോൾ അത് നമ്മളെ വിജയത്തിലേക്ക് നയിച്ചേക്കാം. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ നിയോഗം എന്നൊക്കെ. ഓരോ ജന്മത്തിനും അതിൻ്റേതായ നിയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം ഉദ്ദേശിക്കുന്ന ആ ദൈവഹിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കെട്ടിപ്പടുക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ മനസാക്ഷിയാണ് നമ്മുടെ ഉത്തമ സുഹൃത്തെന്ന് പറയുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഏതാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഗൈഡ് ലൈൻ എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും. പലപ്പോഴും അത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു ഇന്നർ വോയിസിനെ, ആ മനസാക്ഷിയെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് ഔട്ട് പ്രിൻസിപ്പിൾ കൊണ്ടുവരാൻ പറ്റും. സാർ, ഇന്നർ വോയിസ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് മാത്രമാണോ അതോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അത് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കഴിവാണ്. ഇന്നർ വോയിസ് നമ്മൾ മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മളാണ് ചോദിക്കുക, ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ചെയ്യണം, ഞാൻ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ എന്നിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ, എൻ്റെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് പ്രാർത്ഥനയും നമ്മോട് തന്നെയുള്ള പല ചോദ്യങ്ങളും നമുക്ക് നല്ലതാണ്. ഈ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അത് പലപ്പോഴും നമുക്ക് ഈ ദൈവത്തിൽ അടി ഉറച്ചുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ ബേസ് ചെയ്ത് വേണം നമ്മുടെ ഈ സെൽഫ് ഇമേജും സെൽഫ് എസ്റ്റീമും നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള അവസരമുണ്ടോ അതെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എവിടെയൊക്കെ എൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് എവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, എന്നെ ഉയർത്തുന്ന, എൻ്റെ സെൽഫ് എസ്റ്റീമിനെ ഉയർത്തുന്ന. അത് പലപ്പോഴും ചിലവർ വിചാരിക്കും ഇതൊരു തലക്കനമായിട്ടോ അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറാറുണ്ട്. ആ രീതിയിൽ നമുക്കൊരിക്കലും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വീകരിക്കാവുന്ന നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും എന്നെപ്പോലുള്ള മനുഷ്യരാണ്, എൻ്റെ കഴിവുകളിൽ ഞാൻ വിശ്വസിക്കുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. ചിലവർ വിചാരിക്കാറുണ്ട് ഞാൻ എന്നെ താഴ്ത്തി കെട്ടിക്കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. അതൊരിക്കലുമല്ല. ഞാൻ എന്നെ വിശ്വസിക്കുകയും എന്നെ ബഹുമാനിക്കുകയും എന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ചിലർ പറയും എന്നെ മറ്റുള്ളവർക്ക് ഒട്ടും വിശ്വാസമില്ല. അതായത് മറ്റുള്ളവർക്ക് വിശ്വാസമില്ലാത്ത പ്രവൃത്തികളാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു സംശയം വരും. ചിലരുടെ അടുത്ത് നമ്മൾ പറയാറില്ല, അവനെ കാണുമ്പോഴേ തന്നെ ഒരു കള്ള ലക്ഷണം എൻ്റെ മുഖത്തുണ്ട്, അവനുള്ള ആത്മവിശ്വാസ കുറവാണ്, അല്ലെങ്കിൽ അവൻ മനസാക്ഷിക്ക് വിരുദ്ധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇന്നർ വോയിസിന് എതിരായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവൻ്റെ മനസാക്ഷി മലിനപ്പെടുന്നു. അങ്ങനെ ഈ സെൽഫ് എസ്റ്റീമിന് യാതൊരു തരത്തിലുള്ള കോട്ടവും ഉണ്ടാവാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരുടെ വിമർശനമോ ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കാൻ അത് യാതൊരു കാരണവശാലും നമ്മളത് ഇടയാക്കരുത്. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനകത്ത് ഇടപെടുക. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസാക്ഷി പറയുന്നു അത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെടും. അത് തീർച്ചയായിട്ടും ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിറ്റുവേഷനിലും നല്ല പോസിറ്റീവായിട്ട് ഒരു എൻകറേജിങ് ആറ്റിറ്റ്യൂഡ് കൂടി തന്നെ നമുക്ക് പെരുമാറാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ക്രിയാത്മകമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിടാനായിട്ട് പറ്റും. പിന്നെ ഈ നല്ല സെൽഫ് എസ്റ്റീമുള്ള വ്യക്തികളുടെ വേറൊരു നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അതേസമയം മുഖം വാടി എന്തെങ്കിലുമൊക്കെ ഡിപ്രഷനായിട്ടിരിക്കുന്ന വ്യക്തികൾ അവർ മറ്റുള്ളവരിൽ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല സെൽഫ് എസ്റ്റീമും നല്ല സെൽഫ് ഇമേജും ഉള്ള വ്യക്തികൾ അവരുടെ സംഭാഷണം ആ രീതിയിലായിരിക്കും, അവരുടെ പെരുമാറ്റം ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മോഡലായിട്ട് നല്ല ഒരു ആകർഷകമായ വ്യക്തിത്വമുള്ള വ്യക്തിയായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ഈ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ഇമേജ് സെൽഫ് എസ്റ്റീം ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സാർ, അപ്പോൾ അതുകൂടി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുമ്പോഴേ നമ്മളിപ്പോൾ ചില പ്രത്യേക പദപ്രയോഗങ്ങളിലൂടെ സ്വീകരിക്കുകയുണ്ടായി. സെൽഫ് ഇമേജ്, സെൽഫ് എസ്റ്റീം, ഇന്നർ വോയിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഈ നമ്മളെ വൈവിധ്യമാർന്ന സ്വഭാവമുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്.
സാധാരണക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളൊക്കെ നടത്തുമ്പോഴത്തേക്ക് സമൂഹത്തിൽ നിന്ന് വേറിട്ട വ്യത്യസ്തരായ ചില വ്യക്തികളായിട്ട് നമ്മളെ കാണാനും ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെ ഒരു പ്രത്യേക തരത്തിലേക്ക് മാറ്റി നിർത്താനും അല്ലെങ്കിൽ ബുദ്ധിജീവി ചമഞ്ഞു നിൽക്കുന്നവനെന്നൊക്കെയുള്ള ഒരു ചീത്തപ്പേര് കേൾക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കാതെ തന്നെ നമ്മുടെ ക്വാളിറ്റീസ് വർദ്ധിപ്പിക്കാൻ നാം എന്താണ് ചെയ്യുന്നത്? അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമുക്ക് കഴിവതും എല്ലാവരോടും നല്ല സഹകരണ മനോഭാവത്തോടു കൂടി ഇടപെടുക. ആരെയും നമുക്ക് അവോയ്ഡ് ചെയ്യണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തിന് അത് കോട്ടം വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരെ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാം. അവരോടൊക്കെ ഒന്ന് ജസ്റ്റ് സഹകരിച്ച് പോകും, കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലവർ തെറ്റിദ്ധരിക്കാറുണ്ട്, ഞാൻ ഈ നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടായാൽ, നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായാൽ മറ്റുള്ളവർ എന്നെ ഒഴിവാക്കും. യഥാർത്ഥത്തിൽ അങ്ങനല്ല. ഈ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും നമുക്ക് എത്രമാത്രം നമുക്ക് അതിൻ്റെ അളവ് വർദ്ധിക്കുന്നോ അത് മറ്റുള്ളവരിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാ ഉയർന്ന മഹാത്മാക്കളുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് ചില സമയത്ത് അത് മറ്റുള്ളവരത് അംഗീകരിക്കാതിരിക്കാനോ ചിലപ്പോൾ ചിലർ അസൂയ കൊണ്ട് അംഗീകരിക്കത്തില്ല. അദ്ദേഹം വേറൊരു കാറ്റഗറിയാണ്. ഞാനതാണ് ഉദ്ദേശിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാനൊരു ശേഷിയുണ്ട്. എങ്കിലും മലയാളം വിട്ട് ഇംഗ്ലീഷിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരവനെ അതാണ്ട് സായിപ്പ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. അപ്പോൾ അവൻ ആ ഭാഷ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് പ്രയോഗിക്കാൻ ഒരു അവസരമില്ലാതെ അവൻ ആ ഭാഷ പഠിക്കാനാവാത്തൊരവസ്ഥയിലാവുന്നു എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ നിന്ന് വേറിട്ട് ഈ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തെ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തികൾ നമ്മൾ ഏർപ്പെടുമ്പോൾ സമൂഹത്തിൽ ഒരു വിഭാഗം അങ്ങനെയുള്ളവരെ നിരാകരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സമൂഹം നിരാകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കൺസെപ്റ്റും നമ്മൾ ആദ്യം ലോകത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ആർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുകളുണ്ടാവും. തീർച്ചയായിട്ടും ഏത് നല്ല കാര്യം നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ തന്നെ അറിയാം. കേരളത്തിൽ നമുക്കത് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഓഫീസുകളെല്ലാം കമ്പ്യൂട്ടർവൽക്കരിക്കാൻ ഒരുപാട് പ്രവർത്തനം തന്നെ വേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അത് എതിർത്തവർ പോലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ആ ഒരു വേവ് ലെങ്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഫ്രീക്വൻസിയിൽ നമ്മുടെ ആ സ്വഭാവത്തോട് ഒത്തുപോകുന്ന ഒരു കാറ്റഗറിയോട് എത്രമാത്രം അടുക്കാമോ ആ ഒരു കാറ്റഗറിയോട് അടുത്തു പോവുക. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ എല്ലാവരോടും ഒരു സഹകരണ മനോഭാവവും നല്ലതാണ്. കൂടെ തന്നെ ഒന്നുമല്ലെങ്കിൽ ഹലോ ഹായ് എന്നെങ്കിലും നമുക്ക് പറയാം. അവരെ ഒന്ന് ചിരിച്ച് കാണിക്കാം. അവരുമായിട്ടുള്ള കൂടുതൽ സഹകരണമായിരിക്കും ചിലപ്പോൾ നമ്മളെ ഈ തെറ്റായ വഴി അല്ലെ നമ്മുടെ ആത്മാഭിമാനത്തെ ഹനിക്കാനുള്ള കാരണമെന്ന് പറയും. ഇപ്പം കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം അതുപോലുള്ള വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അവരുമായിട്ട് സഹകരിക്കും കൂടുതൽ സമയം. ബാക്കിയുള്ളവരെ നമ്മൾ ഒഴിവാക്കണമെന്നല്ല, അവരുമായിട്ടുള്ള ഇതിനെല്ലാം നമുക്കൊരു മിതത്വം ആവശ്യമാണ്. ഏത് രീതിയിൽ എനിക്ക് ഫോളോ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന ആത്മാഭിമാനത്തിലേക്ക് പോകാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മാഭിമാനം ഒരളവിൽ കൂടി അതൊരു തലക്കനമോ അഹങ്കാരവുമായിട്ട് മാറാതിരിക്കാൻ നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഏതൊരു കാര്യവും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയും. ആ ലിമിറ്റിനെ ബേസ് ചെയ്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് മറ്റുള്ളവരിൽ നമുക്ക് സ്നേഹം പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം നീ നിന്നെ ഒട്ടും സ്നേഹിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നെ ഇപ്പോൾ 50% ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ 50% സ്നേഹിക്കുക. എന്നെ ഞാൻ 100% സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ അളവ് മറ്റുള്ളവരോടും കൂടുതലായിരിക്കും. അപ്പം ഞാൻ എൻ്റെ പ്രവൃത്തികളോട് മാക്സിമം നീതി പുലർത്തുകയും എന്നെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹത്തിൻ്റെ ആ കിരണങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും ഉള്ള വ്യക്തികൾ ഏതൊരു സാഹചര്യത്തിൽ ചെന്നാലും ഒരു ശത്രു പോലും അവനോട് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ അവനൊരു പോസിറ്റീവ് എനർജി എവിടെ കാണും. നമുക്കെപ്പോഴും ഒരു എക്സാമ്പിൾ പറയും, നല്ലപോലെ ആത്മവിശ്വാസമുള്ള ഒരാളെ നമുക്കിഷ്ടമാണ്, നല്ലപോലെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളെ ഇഷ്ടമാണ്, നമ്മളെ ഒന്ന് ചിരിച്ച് കാണിക്കുന്നവരെ ഇഷ്ടമാണ്, നല്ല പ്രസൻറ്റേഷൻ നടത്തുന്നവരെ നമുക്കിഷ്ടമാണ്. എന്തുകൊണ്ടാണ്? അവരിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ സെൽഫ് ഇമേജും സെൽഫ് റെസ്പെക്റ്റും സ്ട്രോങ് ആക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിത വിജയത്തിന് മുഖ്യ ഘടകമാണ്.
ഓരോ വ്യക്തിയുടെയും ആത്മാഭിമാനത്തിൻ്റെ തോത് ഏറിയും കുറഞ്ഞുമിരിക്കും നമ്മൾ സംസാരിച്ചു. അപ്പോൾ വ്യക്തിപരമായി ഒരാൾക്ക് എൻ്റെ ആത്മാഭിമാനത്തിൻ്റെ നില ഇപ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നറിയാൻ എന്താണൊരു മാർഗം? തീർച്ചയായിട്ടും നമുക്ക് ഈ ആത്മാഭിമാനത്തിൻ്റെ ആ ഒരു തോത് നമുക്ക് പരിശോധിക്കുവാനായിട്ട് കഴിയും. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ മറ്റുള്ളവരുടെ ഉറപ്പ് എല്ലാത്തിലും കിട്ടണമെന്ന് എനിക്ക് തോന്നുക. ഞാൻ ചെയ്താൽ ഇത് ശരിയാവുമോ, തെറ്റിപ്പോകുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തോ ആത്മാഭിമാനത്തിൻ്റെ കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടോ? അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളെ കളിയാക്കിയാലോ വിമർശനം പറഞ്ഞാലോ നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാഭിമാനം കുറവാണ്. പിന്നെ മറ്റുള്ളവരെ എപ്പോഴും നമ്മൾ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാളെ നമുക്ക് പ്രസാദിപ്പിക്കാനുള്ള ഒരു താല്പര്യം, അത് തീർച്ചയായിട്ടും മറ്റുള്ളവരോട് നമ്മൾ പോസിറ്റീവായിട്ട് ഇടപെടുന്ന നല്ലതാണ്. പക്ഷേ എപ്പോഴും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലോട്ടുള്ള ആ ഒരു പോക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തൻ്റെ ഇടം ഇല്ലാതിരിക്കുക, ഒരു ആത്മവിശ്വാസക്കുറവ്, ഏതിന് പോകുമ്പോഴും ഒരു കൺഫ്യൂഷനും, മറ്റുള്ളവരെ എതിർക്കുമോ എന്ന് പേടിച്ച് പലപ്പോഴും പിന്തിരിയാനുള്ള സാഹചര്യമുണ്ട് ഈ ആത്മാഭിമാന കുറവുള്ളവർ. അങ്ങനെയുള്ളവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശസ്തമായ ഇങ്ങനൊരു പഴമൊഴിയുണ്ട്, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും എൻ്റെ അനുമതി കൂടാതെ എന്നെ ആർക്കും താഴ്ത്തി കെട്ടാൻ പറ്റത്തില്ല. എല്ലാം മനസ്സിലാണ് ആദ്യം സംഭവിക്കുന്നത്. ഞാൻ എന്നെ തന്നെ മോശക്കാരനായിട്ട് കാണേണ്ടതിൽ എന്ത് സംഭവിക്കത്തുള്ളൂ, എന്നിലുള്ള അപകർഷതാബോധമൊക്കെ ജനിക്കത്തുള്ളൂ. മറ്റുള്ളവർ വിചാരിക്കുന്നത് നമ്മുടെ വിധി നിർണ്ണയിക്കുന്ന പലപ്പോഴും മറ്റുള്ളവരാണ്. യഥാർത്ഥത്തിൽ എന്നോടുള്ള ബഹുമാനവും സെൽഫ് റെസ്പെക്റ്റും എത്രമാത്രം വേണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഏതെങ്കിലും ചർച്ചകൾ നയിക്കാനോ വേദിയിൽ പ്രസംഗിക്കാനോ ഒക്കെയുള്ള അവസരം വരുമ്പോൾ ഞാനത് ഉപയോഗിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നല്ല ഒരു ആത്മാഭിമാനമുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ എല്ലാ നന്മയിലും അവരെ അഭിനന്ദിക്കാറുണ്ട്, അവരുടെ പോസിറ്റീവ് വശങ്ങൾ കണ്ടെത്താറുണ്ട്. അതേസമയം ആത്മാഭിമാനം കുറഞ്ഞ വ്യക്തികൾ മറ്റുള്ളവരെ എങ്ങനെ ഇടിച്ചതാക്കാം, അസൂയ അവരിലുണ്ടാവുക, ഇതുപോലുള്ള പല തെറ്റായ മാർഗങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തിൻ്റെ തോത് വളരെ കുറവാണ്. അവരുടെ മുഖത്തെപ്പോഴും ഒരു മ്ലാനത ഉണ്ടായിരിക്കും, ഒരു വിഷമം, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അങ്ങനെയൊക്കെ സാഹചര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആത്മാഭിമാനത്തിൻ്റെ എവിടെയൊക്കെയോ കോട്ടം സംഭവിച്ചിട്ടുണ്ട്, അത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമ്മുടെ സമൂഹവും കുടുംബവും ഒരുപോലുള്ള ആ ഒരു സപ്പോർട്ട് നൽകേണ്ടത് വളരെ അത്യാവശ്യം. ഒരുവൻ്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ജീവിത വിജയത്തിന് സെൽഫ് റെസ്പെക്റ്റും ആത്മാഭിമാനത്തിൻ്റെ വർധനവും അനിവാര്യമാണ്. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും ഞങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ വിലയേറിയതായി കാണുന്നു. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: ഉൾക്കാഴ്ച, പവർ വിഷൻ TV, പുറമറ്റം PU, തിരുവല്ല. ഫോൺ 0469